ഹായ്, അപ്പം എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പം ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടനൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം ഇതൊക്കെ ഇക്കാക്ക് നിബുവിനും പള്ളിയിൽ പോകാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ചായ ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ചായ അടുപ്പത്ത് വെച്ച് ദോശയും ചുട്ടിട്ട് ഓരെ ഞാൻ പള്ളിക്ക് പറഞ്ഞേക്കാൻ വേണ്ടി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഇന്ന് ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മയാണ് സവാളൊക്കെ അരിഞ്ഞ് തരുന്നത് കേട്ടോ. കാരണം എനിക്ക് സവാളമ്മ തൊട്ട എൻ്റെ കണ്ണിന്ന് വെള്ളം വരും കേട്ടോ. അപ്പോൾ ഉമ്മാനെ കൊണ്ടാണ് ഞാൻ സവാള അരിപ്പിക്കുന്നത്. അങ്ങനെ ഇക്കും നീപ്പും കൂടെ പള്ളിയിലും പോയി. ഒരു പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം നമ്മളെ ചോറിൻ്റെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേഗം ചോറ് കൊടുത്ത് ഇക്കാൻ്റെ ഫ്രണ്ട്സുകളും ഇതാക്കണം അവിടെ ഇരുന്നിട്ട് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഓലെ കൊച്ചു കളികളൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ നോക്കിയിരുന്ന് അതിന് ശേഷം തക്കണം ഞാൻ താത്താൻ്റെ വീട്ടിൽ പോകാനായിട്ടോ നിൽക്കുന്നത്. അപ്പോൾ നിബു നിച്ചുമൊക്കെ തക്കണം മാറ്റി റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ താത്താൻ്റെ വീട് പെരിന്തമണ്ണ തൂതാറുന്ന സ്ഥലത്താട്ടോ. എങ്ങനെയുണ്ട് നിച്ചുവിൻ്റെ ഉടുപ്പും മാലയും വളയും മൈലാഞ്ചിയൊക്കെ? നീച്ചുവിൻ്റെ തലയിലുള്ള മുടുമാട്ടി ഒക്കെ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഇവിടെ അടുത്തില്ല ഒരു അയൽവാസി തന്നത് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. അങ്ങനെ ഞങ്ങൾ താത്താൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ. താത്താൻ്റെ വീട് പെരിന്തമണ്ണ തൂതാറുന്ന സ്ഥലത്താണ്. അപ്പോൾ താത്താനെയും കുട്ടികളും എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ താത്താൻ്റെ വീട്ടിലത്തെ വണ്ടി എടുത്തിട്ട് ഇന്ന് ഞങ്ങളെ വീട്ടിലേക്കും പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക്. എൻ്റെ വീട് മങ്കടയാണ്. മങ്കട വെള്ളിയിലാറുന്ന സ്ഥലത്താട്ടോ. അപ്പോൾ അങ്ങോട്ടും ഞങ്ങൾ ഇന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ താത്താൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. താത്തിയിട്ടൊക്കെ അകത്താണ് തോന്നുന്നു. ഞങ്ങൾ ചെന്ന് ബെല്ലടിച്ചപ്പോഴാട്ടോ ഒരു പുറത്ത് വന്നിട്ടുള്ളത്. ഓരൊക്കെ നല്ല കിടക്കണ തോന്നുന്നു അവിടെ. അങ്ങനെ ബെല്ലടിച്ചേക്കിന് ഇതൊക്കെ ഷിലു ഇതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. താത്താൻ്റെ വീട്ടിൽ ചെന്നേക്കിന് ഇതൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു ജ്യൂസ് തന്നിട്ടുണ്ട്. ഇളനീൻ്റെ ഒരു ഫ്ലേവറായിരുന്നു ഈ ജ്യൂസിന്. ഞങ്ങളോട് കുറേ ബിരിയാണിയൊക്കെ കഴിക്കാൻ പറഞ്ഞു കേട്ടോ. താത്താടെ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഴിക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഇവിടുന്ന് കഴിച്ച് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ബിരിയാണി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ താത്താനെയും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഇതൊക്കെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ടാട്ടോ പോകുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീമൊക്കെ ഓരോ കുട്ടികൾക്കൊക്കെ ഓരിച്ച് കൊടുത്തു കേട്ടോ. അവിടെ എത്തിയേക്കിനെ ഉമ്മ തക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ജ്യൂസൊക്കെ തന്നു കേട്ടോ. ഉമ്മയും തന്നെ ബിരിയാണിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ നിബു നിച്ചു അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോകുകയും ചെയ്തു കേട്ടോ.